എല്ലാവർക്കും എൻറൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാച്ചിൽ ഞങ്ങൾ ചെറിയൊരു ഫാമിലി ട്രിപ്പാണ് ഇടുക്കിക്ക്. ഒരു ദിവസം സ്റ്റേ ഉള്ളൊരു പ്രോഗ്രാമാണ്. ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ അറിയാം, എന്നാലും ഞങ്ങൾ ഇതിപ്പോൾ വളരെ നോക്കിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു വില്ല സ്റ്റേ ആണ്. കുളമാവിലാണ് ആക്ച്വലി റിസോർട്ട് ഉള്ളത്. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുളമാവിൽ ചെല്ലുന്നതും അവിടുത്തെ വിഷ്വൽസൊക്കെ ആയിരിക്കും. സോ ചാനൽ ആദ്യമായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതേപോലെ ഞങ്ങളുടെ പഴയ വീഡിയോസ് എല്ലാം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഞങ്ങൾക്ക് ഇടുക്കിക്ക്. നേരെ തൊടുപുഴ നിന്ന് മൂലമറ്റം അങ്ങനെ വേണം പോകാൻ. ഈ റിസോർട്ട് ആക്ച്വലി ഉള്ളത് കുളമാവിലാണുള്ളത്. കുളമാവിൽ ടോപ്പ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ഹോട്ടലിൽ വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് അങ്ങോട്ട് വരാൻ 2-3 വഴികളുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളൊരു വഴി നാടുകാണി വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്നുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും തൊടുപുഴ ചെന്നിട്ട് ഞങ്ങൾക്ക് വിളിച്ചിട്ട് പോകുന്ന വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഈ റിസോർട്ടിലോട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ തൊടുപുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ മൂലമുറ്റം ഇടുക്കി റൂട്ടിലാണ് വരുന്നത്. ഇടുക്കി റൂട്ടിൽ വരുമ്പോൾ കുളമാവ് ഡാം എത്തുന്നതിന് മുമ്പ് ഒരു 4 കിലോമീറ്റർ മുമ്പ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഏകദേശം 14 ഹെയർ പിന്നുകളോടെ കയറി വേണം നമ്മൾ ഈ കുളമാവിൽ എത്താൻ വേണ്ടി. റോഡെല്ലാം നല്ല വെൽ ടാറിങ് ചെയ്തതാണ്. ഈ സമയമായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, റോഡിലൊക്കെ നല്ല തിരക്ക് കുറവാണ്. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ നാടുകാണി വ്യൂ പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട്. അതായത് നാടുകാണി പവലിയൻ. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. ഗവൺമെൻറ് ടിക്കറ്റ് വെച്ച് ആളുകൾക്ക് നല്ല വ്യൂ കാണാൻ വേണ്ടി ഒരു ഉണ്ടാക്കിയിരിക്കുന്ന സെറ്റപ്പാണ്. അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. അവിടെ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ മാറിയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നാടുകാണി പവലിയൻ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, റിസോർട്ടിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, കാനനം റിട്രീറ്റ്സ്. ഇവിടുന്ന് ഏകദേശം 600 മീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ഇതൊരു KSEBിയുടെ റോഡാണ്. റിസോർട്ടിൻ്റെ ഓൺ റോഡല്ല. റിസോർട്ടിൻ്റെ ഓൺ റോഡ് വേറെ പലതുണ്ട്, പക്ഷേ അതെല്ലാം ഓഫ് റോഡുകളാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വിളിക്കുമ്പോൾ അവർ ഈ റോഡാണ് നമുക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് നേരെ കയറി ചെല്ലുന്നത് ഒരു ഹിൽ ടോപ്പിലോട്ടാണ്. നല്ല വ്യൂസാണ് ഈ പോകുന്ന പോക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഈ റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും നല്ല ഹൈറ്റിൽ തന്നെയാണ്. ഏകദേശം 3000 അടി ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലുള്ളതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ചെറിയൊരു റിസപ്ഷനാണ്. കൂടാതെ ഇവിടുത്തെ കോട്ടേജുകളെല്ലാം വില്ല സെറ്റപ്പാണ്. അതാണ് ഞാനിത് പ്രിഫർ ചെയ്യാനും കാരണം ഇത് ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് നല്ല സേഫായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ ആക്ച്വലി ഉള്ളത് സിംഗിൾ റൂമും ഡബിൾ റൂമും ആയ വില്ലകളാണ്. വില്ലയ്ക്കകത്ത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമും അതുപോലെ ഒരു ഹാള്, ഒരു ഡൈനിങ് ടേബിൾ, ഒരു സോഫ സെറ്റ്, എല്ലാം സെറ്റപ്പും ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരു വീട് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടും നമുക്ക് ഇവിടെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നുള്ള ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. ഇവിടുത്തെ ക്ലൈമറ്റും അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ അപാരം തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂവും അതുപോലെ ക്ലൈമറ്റ് എപ്പോഴും ഒരു തണുത്ത ക്ലൈമറ്റുമാണ്. കൂടാതെ ഈ റിസോർട്ടിൽ പ്രത്യേകിച്ചുള്ള വേറെ ആക്ടിവിറ്റീസൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ട്രക്കിങ് ഉണ്ട്. ട്രക്കിങ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് വന്നൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനും
പറ്റിയ സൂപ്പർ അറ്റ്മോസ്ഫിയർ ആണ്, അതൊന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് ഫുഡ് ഇവിടുന്ന് തന്നെ അവർ തരുന്നതാണ്. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അതുപോലെ റൂമിൽ കൊണ്ട് അവർ സെർവ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ സിംഗിളും ഡബിളുമായുള്ള കോട്ടേജുകളാണ് ഉള്ളത്. സിംഗിൾ കോട്ടേജിന് 3000 രൂപയും ഡബിളിന് 5000 സംതിങ് രൂപയാണ് ഓൺലൈൻ ഇവർക്കിടെ സൈറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഫാമിലിയൊക്കെ വന്നാലും നമുക്ക് സൂപ്പറായിട്ട് താമസിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കൂടാതെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് തരും. നമ്മൾ അതനുസരിച്ച് ഓർഡർ ചെയ്താൽ നമുക്കത് ഫുഡ് റൂമിലെത്തിക്കും. ഈ താഴെ കാണുന്ന റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് അവർക്ക് റെസ്റ്റോറൻറ്റും ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടം. നല്ലപോലെ എൻജോയ് ചെയ്തു. കാരണം നല്ല കാമായി ക്വയറ്റ്, അതുപോലെ നല്ല വ്യൂ, എല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ്. ഒരു 10ൽ ഒരു 8 അല്ലെങ്കിൽ 9 വരെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിന്. സോ ഞാനും എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരു ദിവസം ഫാമിലി ആയിട്ട് കൂളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. നെക്സ്റ്റ് ഡേകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുക്കിയിലെ മറ്റു ഭാഗങ്ങളും ഇവിടെ നിന്ന് പോകാൻ ഈസിയാണ്, ആക്സസബിൾ ആണ്. സോ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഇവരുടെ ഓൺലൈൻ സൈറ്റിൽ കയറി നോക്കി ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. കൂടാതെ കോടമഞ്ഞൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ഒരു സൺസെറ്റ്, നല്ലൊരു സൺസെറ്റ് കാണാനുള്ള ഓപ്ഷനും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്.
ഇപ്പോൾ കാണുന്നത് രാവിലത്തെ ഒരു 10 മണിക്കത്തെ വ്യൂ ആണ്. മോർണിംഗ് ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി എന്തായാലും ഞങ്ങളുടെ പ്ലാൻ ഇടുക്കിയിലെ മറ്റു ഭാഗങ്ങളൊക്കെ കാണുക എന്നുള്ളത് തന്നെയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടുക്കിയിലെ മറ്റ് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുക. ഓക്കെ, എൻജോയ്. താങ്ക് യു. All I want